Audio Jungle. Audio Jungle. Audio Jungle. Run, 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 run. I'm coming at you, baby, run. Run, baby, run. I'm coming at you, baby, run. Run, 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 run. I'm coming at With finest cocoa from Ghana, Californian almonds, and natural flavors. Nothing wraps you in luxury like Schmitten chocolates. Audio Jungle. Audio Jungle.
വന്നില്ല. സായി ഇങ്ങോട്ട് തണുപ്പാ കഴിഞ്ഞിപ്പോ പോവും. കുഞ്ഞിനെ ശരിക്കും പിടി. കുഞ്ഞ് ശരിയാ, കുഞ്ഞു മമ്മിയുടെ കയ്യിൽ കൊടുക്കാം, അപ്പൊ മമ്മിക്ക് ചൂടും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്കത് ഡയറക്റ്റ് പിടിക്കാൻ പറ്റും. ഗ്ലൗസ് എന്തെങ്കിലും ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ ബർണിങ് സിസ്റ്റം ഉണ്ടാക്കുന്നത് പ്ലാന്റാണ്. അതായത് ഇതിൽ ജോയിൻറ്റ് ആർത്രൈറ്റിസ് പെയിൻ റിലീഫ് ഓയിലാണ് ജന്മന്തരവും തൈലമുണ്ട്. ജോയിൻറ്റ്സ് പെയിൻ വേണ്ടി, ഷോൾഡർ പെയിൻ, ജോയിൻറ്റ്സ് പെയിൻ, നമ്മുടെ ജോയിൻറ്റ്സ് എല്ലാം ഇങ്ങനെ ചെയ്യണം. ഇവിടെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. ആ ഫ്ലൂയിഡ് കുറയുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആ ഫ്ലൂയിഡ് എല്ലാം തിരിച്ചു വരികയും ചെയ്യും. അതിൽ പെയിൻ പെർമനൻ്റായിട്ട് ക്യൂർ ആകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ജോയിൻറ്റ് പെയിനിങ്ങിനും നീ പെയിൻ മുട്ടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കേണ്ടത്. അത് തന്നെ സ്കിൻ കെയർ ഓയിൽ നാൽപ്പാമരാതി എന്ന് പറഞ്ഞ സ്കിൻ കെയർ ഓയിൽ അത്യാവശ്യമുണ്ട്. സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ സോറിയാസിസ്, എക്സിമ, വൈറ്റ് പാച്ചസ്, ഫംഗൽ ഇൻഫെക്ഷൻ, സൺബേൺ, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്കിന്നിൽ എന്തുണ്ടാകുന്ന എന്ത് പ്രശ്നം എല്ലാത്തിനും ഡെയിലി നൈറ്റ് അപ്ലൈ ചെയ്യുക ഓൺ ടൈം. സ്കിൻ കെയർ ഓയിലുണ്ട്, സ്കിൻ കെയർ ഓയിൽ. ഇത് അഡോൾസ എന്ന് പറയും, ആടലോടകം എന്ന് പറഞ്ഞാൽ ആടലോടകം. ഇതാണ് ആടലോടകം എന്ന് വെച്ചാൽ ഇതിൽ അഗസ്ത്യ രസായനം എന്ന് പറഞ്ഞ് മെഡിസിൻ ഉണ്ട്. അഗസ്ത്യ രസായനം ആസ്തമയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ആസ്തമ, കഫ്, കോൾഡ്, ലങ്സിൽ എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആകും. വീസിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ഇൻഹേൽ എടുക്കണം. അതിൻ്റെ ആവശ്യമില്ല. 2 months കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കത് പെർമനൻ്റ് ആയിട്ട് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ പൗഡർ ഫോമിലാണ് മെഡിസിൻ ഉള്ളത്. ഇത് മാത്രം ഈ പ്ലാന്റിൻ്റെ ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയും. ഇൻസുലിൻ പ്ലാന്റ് ഡയബറ്റിക്, ഫോർ ഡയബറ്റിക്. ഇത് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്ക് പറ്റില്ല. അത് ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ ഇൻസുലിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടാബ്ലറ്റ് എടുക്കുന്ന ആളാണ് കുറയ്ക്കുന്നു. അത്രയും നമ്മുടെ അൺവാണ്ടഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്നു. അൺവാണ്ടഡ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ പ്ലാന്റാണ് അശ്വഗന്ധം. നമുക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും ഈ അശ്വഗന്ധം കുറച്ച് നാൾ ഒരു 2 മാസം കൊടുക്കുമ്പോൾ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു കോഴ്സ് കഴിച്ച് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊന്ന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല. ഇത് ഇമ്മ്യൂണിറ്റി പവർ, സ്റ്റാമിന, സ്ട്രെങ്ത്, ബോൺ സ്ട്രെങ്ത്, പിന്നെ തൈറോയിഡിന് നല്ലതാണ്. ഇപ്പോൾ ക്യാൻസർ പ്രിവെൻഷന്, പിന്നെ വൈറ്റമിൻ ഡി ഒഴികെ ബാഹുശാല കൂടെ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട് ഫോർ പൈൽസ് ഫിഷർ. പൈൽസ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് സർജറി വന്നു. സർജറി ഒന്നും ആവശ്യമില്ല. ഒരു 45 ദിവസം മരുന്ന് ഉണ്ട്, ലേഹ്യമുണ്ട്, അത് കഴിച്ചാൽ മതി. പത്തിയൊന്നും അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഈ ഡസ്റ്റിൻ്റെ അലർജി, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുക അലർജി, തുമ്മലൊക്കെ വരുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ഇതിനുണ്ട്. കർപ്പൂർ ഒരു കിഴങ്ങുണ്ട്. ഇതിലെ മെഡിസിൻ തയ്യാറാക്കുന്നതിന് ശതാവരി ഗുളം എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ശതം മീൻസ് 100. ഈ 100 ടൈപ്പ് ഓഫ് ഗൈനക്കോളജി പ്രോബ്ലംസ്, പീരീഡിക്കൽ പ്രോബ്ലംസ്, ഇറഗുലർ പീരീഡിക്കൽ ടൈം, പെയിൻ, ബാക്ക് പെയിൻ, ടെൻഷൻ, കോപം, അങ്ങനെയുള്ള പ്രശ്നവും, പിന്നെ യൂട്രസിനുള്ളിൽ വരുന്ന സിസ്റ്റ് കളയാൻ വേണ്ടി, യൂട്രസ് ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈബ്രോയിഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 100 പീരീഡ്സ് കൂടെ കറക്റ്റ് പ്രശ്നം സെല്ലിങ് ഒക്കെ വരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. എടുക്കുന്നില്ല, മെഡിസിൻ പർപ്പസ് ആണ് ഇത്.
ഗ്രാമ സീസൺ കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ അത് പൂവുണ്ട്, അതൊരു വള്ളി പോലെ കയറിപ്പോന്നു. അത് നമ്മൾ ഈ എയർ ഓയിലിനകത്തൊക്കെ ഇടുന്ന ഒരു സാധനമാണ്. വേറെ കയറി പോയിരുന്നു. അത് ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ കൂടെ വെച്ചിട്ടുണ്ട്, ചെറിയൊരു കാണിക്കുന്നുണ്ട്. അത് ആ സമയത്തിന് എടുക്കാഞ്ഞുകൊണ്ട് അത് നിന്ന് വളർന്നങ്ങ് അത്രയും ആകാം. സാധാരണ ഇതൊരു ചെറിയൊരു സൈസ് ആകുമ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ ഉണക്ക് ഗ്രാമ്പൂ എടുക്കുന്നത്. നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൈലം മൊത്തം എടുത്തിട്ടാണ്, നമുക്കറിയത്തില്ല. ഇവിടെയുള്ള ഗ്രാമ്പൂ എടുത്ത് പ്രസ് ചെയ്ത് നോക്കി